ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സുന്ദരമായ കാഴ്ചകൾ, വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Kami sama. എന്താണ് പേര്? മൂന്ന് പേര്. എന്റെ പേര് ശ്രീലക്ഷ്മി. ഇവിടെ പാലക്കാട് ജില്ല തന്നെയാണോ? എല്ലാ വർഷവും വരാറുണ്ടോ? ഇന്ന് അവസാന ദിവസം ഉണ്ടല്ലോ ഇവിടുത്തെ ആഘോഷം. എപ്പോഴാ തേരിന്റെ വലിക്കലും അതൊക്കെ വരുന്നത്? 12 മണിക്കാണ്. ചാനലിന്റെ പേര് വിശ്വം ഗാൻ പ്രൊഡക്ഷനാണ്. എങ്ങനെയുണ്ട്? കുലുക്കി സർബത്തല്ല കുടിക്കണേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് പൊളിയാണോ? എന്താ പേര് നിങ്ങളുടെ? ഇയാളുടെ എന്താ പേര്? എവിടെയാ വീട്? എവിടെയാ? എല്ലാ വർഷം വരാറുണ്ടോ പരിപാടിക്ക്? രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെയൊക്കെ നടക്കുന്നുണ്ടോ? ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഇതുപോലെ തിരക്ക് കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം ഒരുപാട് തിരക്കാണ്.
ഓം നമഃ ശിവായ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രനട 12:30 അടയ്ക്കുന്നതായിരിക്കും. ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് ദർശനം പൂർത്തീകരിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുവമ്പാടി തൃശ്ശൂരിൽ നിന്നാണ്. വടക്കുനാഥൻ്റെ മണ്ണായ തൃശ്ശൂരിൽ നിന്ന് തിരുവമ്പാടി തട്ടകത്തിലുള്ള അമ്മമാരായ ഞങ്ങൾ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ രഥോത്സവം കണ്ട് എല്ലാ ഭഗവതിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഞങ്ങളൊരു 62 പേര് തൃശ്ശൂരിൽ നിന്ന് വണ്ടിയിൽ വന്നിട്ടുണ്ട്. നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ദർശനം പൂർത്തീകരിച്ച് രഥോത്സവ കമ്മിറ്റിയുമായി സഹകരിക്കാൻ ഹായ്, നമസ്കാരം. എല്ലാ വർഷവും നിങ്ങൾ വരാറുണ്ടോ ഇവിടെ? ആദ്യമായിട്ട് വന്നോ? എല്ലാവരും തൃശ്ശൂർകാരാന്ന് തോന്നുന്നു. ഞാനും തൃശ്ശൂർകാരനാ. ഇത് അമ്പലല്ലേ, അതുകൊണ്ടാണ്. അതിൽ പോകാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. എവിടെയാണ് നിങ്ങളുടെ സ്ഥലമൊക്കെ? കൽപ്പാത്തി. എല്ലാ രഥോത്സവത്തിനും വരാറുണ്ടോ? ഈ വർഷം പ്രചരണ ചൂടൊക്കെയാണല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ഈ രംഗത്ത് ചാണ്ടിയമ്മനൊക്കെ വന്ന് നടക്കുന്നുണ്ട് ഇപ്പോഴും. അതെ കുറച്ച് ചൂടാണ്. പാലക്കാട് ചൂടിനൊപ്പം ഇലക്ഷൻ്റെ ചൂട് കൂടി ആയപ്പോൾ കുറച്ചും കൂടി വേർത്തു എല്ലാവരും. അതെന്തായാലും എല്ലാവരും നമ്മുടെ ചാനലിലൂടെ കാണാം. അപ്പോൾ ഹായ്. ഒരു ഹായ് പറഞ്ഞേ. സെൽഫി എടുക്കുമ്പോൾ ഹലോ ഹലോ ഹായ് ഹായ്. പറഞ്ഞോണ്ട് കുഴപ്പമില്ല. വളരെ നല്ലൊരു സന്തോഷകരമായ ഒരു ദിവസം. ഓക്കെ, ഹായ് പറഞ്ഞോളൂ. ജനങ്ങളെ കണ്ടില്ല, അവരുടെ റിയാക്ഷൻ കണ്ടില്ല. എങ്ങനെയുണ്ട് രഥോത്സവത്തിനാണ് നല്ല പ്രചരണം? രഥോത്സവം ഞാനിതുവരെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ എനിക്ക് രഥോത്സവം പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാവശ്യം സൂപ്പർ രഥോത്സവമാണ്. ആൾക്കാരുടെ സ്നേഹവും അതേപോലെ ആദ്യമായിട്ടാണ് രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത്. എടുത്തു അച്ഛൻ വളരെ അടുപ്പായിരുന്നു. അച്ഛനാണ് എനിക്ക് പാസ്പോർട്ടിന് ആദ്യം 82-ൽ എറണാകുളത്ത് ലീവ് തന്നത്. സന്തോഷം. നമ്മളിവിടെ കമ്മിറ്റിയുടെ വന്നതിൽ വളരെ സന്തോഷം. എടുത്തു
കുറിച്ച് പാലക്കാട് ജനങ്ങളോട് എന്താ പറയുള്ളത്? പാലക്കാട് വികസനം തുടരുവാൻ എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഷാഫി ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. ഈ റോഡിൻ്റെ അടിയിൽ കൂടെയുള്ള നമുക്കറിയാം കൽപ്പാത്തി രഥോത്സവത്തിന് ഉള്ള ലൈനുകൾ വൈദ്യുതി കമ്പികൾ ആക്കിയത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഷാഫി MLA ആയതിനു ശേഷമാണ്. ആ വികസനം തുടരുവാൻ ഷാഫിക്ക് പറ്റിയ അനുയോജ്യനായ ഒരു പിൻഗാമിയാണ് രാഹുൽ. അതേ പാതയിൽ പോകുവാൻ അദ്ദേഹത്തിന് സാധിക്കും. എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട്. സന്തോഷം.